ഹലോ നമസ്കാരം ഫ്രണ്ട്സ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവും, നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോ അല്ലെങ്കിൽ പല വെബ്സൈറ്റിലൊക്കെ കണ്ടിട്ടുണ്ടാവും. സാറ്റ്, അതായത് സേവിയർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഓപ്പൺ ആയി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്താണ് ഈ സാറ്റ്? നിങ്ങൾ ഒരുപാട് ആൾക്കാർ കാറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. സോ കാറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ചിലപ്പം ഈ സാറ്റ് എന്ന് പറയുന്ന വേറൊരു എക്സാം ആണല്ലോ, അപ്പൊ ഇതിന് അപ്ലൈ ചെയ്യണോ, ഇതിൽ അപ്ലൈ ചെയ്ത് എന്താണ് ഗുണം, ആരൊക്കെ ഇതിന് അപ്ലൈ ചെയ്യണം, ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും. ഇതിന് ഇപ്പൊ അപ്ലൈ ചെയ്യണോ, എന്തിനാണ് ഇത്ര നേരത്തെ ഓപ്പൺ ചെയ്തത്, കാരണം കാറ്റ് എന്ന് പറയുന്നത് നടക്കാൻ പോകുന്നത് നവംബറിലാണ്. സോ വൈ ഇത്രയും ഏർലി എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അപ്പം ഈ ഒരു വീഡിയോയുടെ പ്രൈമറി ഉദ്ദേശം എന്ന് പറയുന്നത് സാറ്റ് എന്താണെന്ന് പറയും, അത് കൂടാതെ ആരൊക്കെ സാറ്റ് എഴുതണം എന്നുള്ളത് നമുക്കൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഇന്ത്യയിലെ ഏറ്റവും ഓൾഡസ്റ്റ് ബി സ്കൂൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് XLRI. കുറച്ച് ഈ പറയുന്ന നമ്മുടെ പല യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന പല ബി സ്കൂൾസും ക്ലെയിം ചെയ്യുന്നുണ്ട് അവരാണ് ഓൾഡസ്റ്റ് ബി സ്കൂൾ എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ മുംബൈയിൽ സിഡൻഹാം യൂണിവേഴ്സിറ്റി, അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ടാവെങ്കിലും ഒരു റെപ്യൂട്ടഡ് ബി സ്കൂൾ എന്നുള്ള രീതിയിൽ, അതായത് ഇപ്പോൾ ഒരു IIMs അല്ലെങ്കിൽ ആ ഒരു ലെവൽ ഓഫ് ബി സ്കൂൾസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയിലെ ഓൾഡസ്റ്റ് ബി സ്കൂൾ XLRI തന്നെയാണ്. ആൻഡ് ആസ് വി സ്പീക്ക്, കാറ്റ് ഇപ്പം IIM അഹമ്മദാബാദ് ഒക്കെ സെറ്റപ്പ് ചെയ്ത് വന്നത് തന്നെ 1960s-ലൊക്കെയാണ്. 1963 മറ്റോ ആണ്, ഇഫ് ഐ ആം നോട്ട് റോങ്. ബട്ട് ദെൻ IIM കൽക്കട്ട ഏതാണ്ട് ആ ഒരു ടൈമിലൊക്കെ ആയിരിക്കും വന്നിട്ടുണ്ടാവും. പക്ഷെ ഇത് അതിനേക്കാളും ഒക്കെ പഴക്കമുള്ള ഏതാണ്ട് 75 വർഷം മുന്നേ ആണ് സാറ്റ്. ഇപ്പം 75ാമത്തെ സാറ്റ് ആണെന്ന് തോന്നുന്നു ഇത്തവണ നടക്കാൻ പോകുന്നത്. വിച്ച് മീൻസ് ദാറ്റ് അത്രയധികം ലെഗസി ഉള്ള, അത്രയധികം പഴക്കം ചെന്ന ഒരു പ്രോഗ്രാമും എക്സാമുമാണ് ഈ സാറ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ എന്താണ് ഈ സാറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, XLRI എന്ന് പറയുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച വൺ ഓഫ് ദി ബെസ്റ്റ് ബി സ്കൂൾസിലേക്കുള്ള ഒരു അഡ്മിഷൻ എക്സാം ആണ്. അപ്പം ഏറ്റവും മികച്ചതെന്ന് പറയുമ്പോൾ അപ്പം നിങ്ങൾ ചോദിക്കും അത് IIM അഹമ്മദാബാദ് അല്ലേ, ബാംഗ്ലൂർ അല്ലേ, കൽക്കട്ട അല്ലേ എന്ന്. പക്ഷേ ഇന്ത്യയിൽ IIMs മാത്രമല്ല, IIMs അല്ലാത്ത ഒരുപാട് ടോപ്പ് പ്രൈവറ്റ് ബിസിനസ് സ്കൂളുകളുണ്ട്. അപ്പൊ XLRI is one among them. XLRI ആണ് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് പ്രൈവറ്റ് ബിസിനസ് സ്കൂൾ. ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് ഗുഡ് ആസ് an IIM കൽക്കട്ട ലെവൽ. IIM അഹമ്മദാബാദ്, ബാംഗ്ലൂർ ആൻഡ് XLRI ആൻഡ് കൽക്കട്ട ഉണ്ടെങ്കിൽ ഐ വുഡ് റെക്കമെൻഡ് someone to join an XLRI. അതിന്റെ റീസൺസ് ഞാൻ പറയാം. XLRI കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ടാവും. ബട്ട് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് HR ഡൊമൈനിൽ താല്പര്യമുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ, ഏഷ്യയിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ബി സ്കൂൾസ് എന്ന് പറയുന്നത് XLRI ആണ്. ഇഫ് യു വോണ്ട് ടു പെർസ്യൂ HR, IIMs ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ IIM ഇൻഡോറിലാണ് ആകെയുള്ള ഒരു ബ്ലാക്ക് IIM-ൽ ഒരു HR ഉള്ളത്. ദാറ്റ്സ് ഓൾസോ നോട്ട് ദാറ്റ് ഗ്രേറ്റ്. ഇപ്പം പിന്നെ ഉള്ളത് IIM റാഞ്ചിയിലാണ്. പിന്നെ നമുക്കുള്ളത് XLRI, MDA ഗുർഗാവൺ, അങ്ങനത്തെ കുറച്ച് ബി സ്കൂൾസിലാണ് നല്ല HR പ്രോഗ്രാംസ് വരുന്നത്. അതായത് XLRIയുടെ HR പ്രോഗ്രാം ഈസ് സുപ്രീം. If you are someone who want to get into HR domain, if you are very sure about that, then XLRI is the B school you should be looking forward to, because XLRI എന്ന് വരുന്ന പോലത്തെ അത്രയും ടോപ്പ് കമ്പനീസിന്റെ HR പ്ലേസ്മെന്റ്സ് ഒന്നും വേറെ ഒരു കോളേജസിലും വരുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം HRസിന്റെ ഇൻടേക്ക് ഡിമാൻഡ് കുറവായതുകൊണ്ട് തന്നെ മിക്കവാറും ടോപ്പ് കോർപ്പറേറ്റ്സിന് വേണ്ട HR ഡിമാൻഡ്സ് മൊത്തം XLRI തന്നെയാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള കമ്പനീസ് ഒക്കെ മാത്രമേ ഈ ബാക്കിയുള്ള ബി സ്കൂളിൽ വരുന്നുള്ളൂ. ഇനി HR-കാർക്ക് മാത്രമാണോ XLRI ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. XLRI is also having a BM Business Management program which is as good as നമ്മളുടെ IIMs-ലുള്ള ജനറൽ മാനേജ്മെന്റ് പ്രോഗ്രാം, നമ്മുടെ യൂഷ്വൽ PGP എന്ന് പറയുന്ന IIMs-ലെ പ്രോഗ്രാം. അവിടെ നിങ്ങൾക്ക് മാർക്കറ്റിംഗ്, സെയിൽസ്, ഓപ്പറേഷൻസ് എല്ലാം എടുക്കാൻ പറ്റും. ആൻഡ് ഇതാണ് XLRIയുടെ ബെസ്റ്റ് പ്രോഗ്രാം. അതായത് ഇന്ത്യയിലെ ബെസ്റ്റ് HR പ്രോഗ്രാം XLRIയിലാണ്. പക്ഷേ XLRIയുടെ ബെസ്റ്റ് പ്രോഗ്രാം HR അല്ല, അതിനേക്കാളും മികച്ച പ്രോഗ്രാം അവർക്ക് BM പ്രോഗ്രാം ഉണ്ട്. ഇൻ ടേംസ് ഓഫ് പ്ലേസ്മെന്റ് പ്രോസ്പെക്ട്സ്, അതിന്റെ ഒരു വൈഡ് റീച്ച്, റേഞ്ച് ഒക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് XLRI ഒരു സംഭവമാണ്. XLRI എന്ന് പറയുന്നത് കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ആസ് ഗുഡ് ആസ് ഈവൻ ഒരു IIM ഇൻഡോർ, കോഴിക്കോട്, ലക്നൗ കിട്ടുന്നതിനേക്കാളും വലിയൊരു ഫ്ലെക്സ് ആണ് XLRI കിട്ടുക എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ നാട്ടിൽ ചോദിച്ചു കഴിഞ്ഞാൽ നാട്ടിലെ ആൾക്കാർക്കൊന്നും ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. പക്ഷേ ഇഫ് യു ആർ സീരിയസ്ലി ഫോക്കസ്ഡ് ഓൺ കരിയർ, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പാക്കേജ്, കമ്പനീസ്, കരിയർ പ്രോഗ്രഷൻ, ദെൻ നത്തിങ് ലൈക്ക് XLRI. ബിക്കോസ് ഒരു IIM ഇൻഡോർ, കോഴിക്കോടൊക്കെ 1996 തുടങ്ങിയത്. ഇത് 1949 തൊട്ടുള്ള അത്രയധികം അലൂമിനീസും അത്രയധികം ലെഗസിയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. സോ the kind of brand leverage you can get, even IIM അഹമ്മദാബാദ്, ബാംഗ്ലൂർ, കൽക്കട്ടയെക്കാളും കൂടുതൽ ബ്രാൻഡ് ലെവറേജും അതേപോലെ തന്നെ അവർ കൺസിസ്റ്റന്റ് ആയിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ആ ലെവലിലുള്ള പ്ലേസ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കിട്ടും. ആൻഡ് ഏതാണ്ട് 5 വർഷം മുന്നേ XLRI ജംഷഡ്പൂരിലാണുള്ളത്. ജംഷഡ്പൂരിൽ നിന്ന് ഒരു പുതിയ ക്യാമ്പസും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇൻ ഡൽഹി, XLRI ഡൽഹി. അവിടെയും അവർ ബിസിനസ് മാനേജ്മെന്റ് പ്രോഗ്രാം കൊടുക്കുന്നുണ്ട്. ആൻഡ് ഞാൻ ലേറ്റ്ലി അറിഞ്ഞത് ഇതിന് പൂൾ പ്ലേസ്മെന്റ്സ് ആണെന്നാണ്. സോ XLRI ഡൽഹിയിൽ കയറി കഴിഞ്ഞാലും ഈ ഒരു XLRIയുടെ നമ്മൾക്ക് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. സോ XLRI കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ വീഡിയോസ് ഇനി വരുന്ന ദിവസങ്ങളിൽ ചെയ്യും. ഐ വിൽ ബി ബ്രിങ്ങിങ് ഇൻ പീപ്പിൾ ഫ്രം XLRI ഫോർ യു. ബട്ട് സാറ്റിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ സാറ്റ് XLRI, അപ്പൊ നിങ്ങൾ ചിലപ്പം വിചാരിക്കുന്നുണ്ടാവും
ഞാൻ ഈ പറയുന്ന ടോപ്പ് IIMസും XLRI ഒന്നും അല്ല ടാർഗറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ സാറ്റ് എഴുതണോ? രണ്ടാമത്തെ ഒരു കാറ്റഗറി ഓഫ് ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും XLRI പ്രൈവറ്റ് ബി സ്കൂളാണ്, അപ്പൊ അവിടെ റിസർവേഷൻ കിട്ടില്ല, OBC EWS SC ST PWD ഒന്നും കിട്ടുന്നുണ്ടാവില്ല. അപ്പൊ ഞാൻ ഒരു OBC അല്ലെങ്കിൽ ഒരു EWS അല്ലെങ്കിൽ ഒരു PWD SC ST കാൻഡിഡേറ്റ് ആയതുകൊണ്ട് ഞാൻ കാറ്റ് തന്നെ ഫോക്കസ് ചെയ്യുന്നതല്ലേ നല്ലത് എന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ ഹിയർ ഈസ് ദ ക്യാച്ച്. എന്റെ ഒരു അഭിപ്രായത്തിൽ കാറ്റ് എഴുതുന്ന എല്ലാ ആൾക്കാരും സാറ്റ് എഴുതണം. കാരണം കാറ്റ് ഒരുപാട് ആൾക്കാർ ഈ ഒരു ഫോർ എക്സാമ്പിൾ റിസർവ്ഡ് കാറ്റഗറി എന്നുള്ള ഇപ്പൊ EWS OBCയിലുള്ള പല സ്റ്റുഡൻസും കഴിഞ്ഞ തവണ കാറ്റ് മാത്രം ഫോക്കസ് ചെയ്ത് ഒരു പ്രിപ്പറേഷൻ നടത്തി കാറ്റ് മാത്രം എഴുതിയുള്ളൂ, സാറ്റ് എഴുതിയത് തന്നില്ല. അപ്പൊ ഇവർക്ക് എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാല് ഈ കാറ്റിന്റെ സമയത്ത് ഒരു സെക്ഷണൽ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ പറ്റാതായി. അതായത് DRC DLR QA ഒരു സെക്ഷനിൽ അവരുടെ കട്ട് ഓഫ് താഴെ പോയി. ഇവർക്ക് ഒരൊറ്റ IIMs ഒന്നും കോൾ വരുന്നില്ല. അപ്പൊ പിന്നെയുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് IITs ഉണ്ട്, പിന്നെ NITs ഉണ്ട്, പിന്നെ അവിടെ റിസർവേഷൻ ഉള്ള കോളേജസിന്റെ ഓപ്ഷൻസ് വളരെയധികം കുറഞ്ഞു. പിന്നെ പക്ഷേ നല്ല പെർസെന്റേജും ഉണ്ടാവും. 94% ഉള്ള എന്നാൽ സെക്ഷണൽ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാത്തതുകൊണ്ട് ഒരു IIMs ഒന്നും കോൾ വരാത്ത സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ ഇവർക്ക് പിന്നീടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് Tier 2 B സ്കൂൾസ് ആയിട്ടുള്ള ഇപ്പം XIMB അല്ലെങ്കിൽ എന്താ പറയാ ടാപ്മി, ഇർമ, ഗോവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്, ഈ ഒരു ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവർക്ക് പിന്നെ ഉള്ളൂ. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെയും ഒരു Tier 1 ഓപ്ഷൻ അവിടെ കിട്ടാനുള്ള ഒരു സാധ്യതയാണ് ശരിക്കും XLRI ബാക്കപ്പ് ആയിട്ടുണ്ടെങ്കിൽ. മാത്രമല്ല November 26 ആ ഒരു സമയത്ത് കാറ്റ് കഴിഞ്ഞാൽ January 1st വീക്കാണ് ഈ പറയുന്ന സാറ്റ് നടക്കുന്നത്. സോ നിങ്ങൾക്ക് ഇനിയിപ്പോ കാറ്റ് അത്ര നന്നായില്ലെങ്കിൽ പോലും വളരെ നല്ല രീതിയിൽ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്ത് പോയി എഴുതി ഇംപ്രൂവ് ചെയ്യാൻ പറ്റിയ ഒരു എക്സാം ആണ് സാറ്റ്. ആൻഡ് വി ഹാവ് എ ലോട്ട് ഓഫ് എക്സ്പീരിയൻസ്. ഈവൻ എന്റെ യൂട്യൂബ് ചാനലിൽ തന്നെ യു ക്യാൻ സെർച്ച് ഫോർ ഇന്റർവ്യൂ വിത്ത് വന്ദന ഫ്രം XLRI. പുള്ളിക്കാരിയുടെ കാറ്റ് വളരെയധികം മോശമായിരുന്നു. പക്ഷെ പിന്നീടുള്ളൊരു സമയം എല്ലാവരും കാറ്റ് കുറച്ച് മോശമായി കഴിഞ്ഞാൽ എല്ലാവരും പരിപാടി നിർത്തിപ്പോകും. ഒന്നിൽ കാറ്റ് അത്ര അടിപൊളിയായിട്ടുള്ള ആൾക്കാർ പിന്നൊന്നും പ്രിപ്പയർ ചെയ്യില്ല, അല്ലെങ്കിൽ കാറ്റ് അത്ര മോശമായി കഴിഞ്ഞാൽ ഭയങ്കര ഡിസാർട്ടൻഡ് ആയി ഇനി ഒരു വർഷം പോയി എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും. ഈ രണ്ട് കാറ്റഗറി ആൾക്കാരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഇഫ് യു ആർ പുട്ടിംഗ് ഇൻ മോർ എഫേർട്സ് ഇൻ സാറ്റ് ഇറ്റ്സ് ഈസി ടു ക്രാക്ക് ഇറ്റ്. കാരണം അത്രയധികം സെക്ഷണൽ കട്ട് ഓഫ് ഒക്കെ അതിന്റെ കുറവാണ്. അതിന്റെ വൺ ഓഫ് ദി റീസൺ ബീങ് ഈ പറഞ്ഞ ഒരു കാരണമാണ്. ആൻഡ് കാറ്റ് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എഴുതാൻ പറ്റിയ ബെസ്റ്റ് മാനേജ്മെന്റ് എക്സാം ഇൻ സാറ്റ് പ്യൂർലി ബിക്കോസ് അത്രയധികം ലെഗസി ഉള്ളതാണ്. മാത്രമല്ല ഇത് XLRI മാത്രമല്ല 250ഓളം ബിസിനസ് സ്കൂളുകൾ ഈ ഒരു സ്കോർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ 250 ബിസിനസ് സ്കൂളിൽ ഒരുപാട് ടോപ്പ് ടയർ ബിസിനസ് സ്കൂളുകളുണ്ട്. അതല്ലാത്ത ഇനിയിപ്പം ടോപ്പ് ടയർ ഒന്നും നോക്കാത്ത ആളാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഒരു ഇപ്പൊ ബാംഗ്ലൂർ സൈമൺ എന്നൊക്കെ പറയുന്ന പോലത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും കിട്ടാനുള്ള സ്കോപ്പ് ശരിക്കും ഉണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്ന് കാണാം. ഇൻസ്റ്റിറ്റ്യൂഷൻസ് നോക്കുകയാണെങ്കിൽ ശരിക്കും XLRI കൂടാതെ തന്നെ ഇപ്പൊ ഒരു 90 to 95% വരികയാണെങ്കിൽ നിങ്ങൾക്ക് XIMB സേവിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഭുവനേശ്വർ, മൈക്ക, IMI, IMT ഗാസിയാബാദ്. അപ്പൊ മൈക്ക എന്ന് പറയുന്നത് ഇന്ത്യയിലെ ബെസ്റ്റ് മാർക്കറ്റിംഗിനുള്ള ബിസിനസ് സ്കൂളാണ്. അവർ കാറ്റും സാറ്റും അക്സെപ്റ്റ് ചെയ്യും. XIMB കാറ്റും സാറ്റും അക്സെപ്റ്റ് ചെയ്യും. അപ്പൊ ഇനി ഞാൻ പറയാൻ പോകുന്ന കോളേജുകളെല്ലാം XLRI ഒഴിച്ചുള്ള ബാക്കി സാറ്റ് അക്സെപ്റ്റ് ചെയ്യുന്ന കോളേജ് എല്ലാവരും കാറ്റും സാറ്റും എടുക്കും. ഇപ്പൊ ഇൻ കേസ് നിങ്ങളുടെ കാറ്റ് മോശമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ സാറ്റിന്റെ സ്കോർ വെച്ചിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും. അപ്പൊ അങ്ങനത്തെ ഒരു വലിയൊരു ഗോൾഡ് മൈൻ ആണ്, വലിയൊരു ബാക്കപ്പ് ഓപ്ഷൻ ആണ്. ഒരിക്കലും നശിപ്പിച്ച് കളയരുത്. ഇനി നിങ്ങൾക്ക് ടോപ്പ് കോളേജ് ഒന്നും വേണ്ടാന്നുള്ള ആൾക്കാരാണെങ്കിലും യു ഷുഡ് റൈറ്റ് സാറ്റ് ബിക്കോസ് ഒരു 75 to 85% അല്ലെങ്കിൽ 60 to 75% വാങ്ങിക്കഴിഞ്ഞാൽ ബിറ്റ്സ് പിലാനി, KIT, സൈം, വെലിംഗർ, ജാക്സോം, IMT നാഗ്പൂർ, IFMR, പിന്നെ NDIM, BIMTech, വോക്സൺ പോലെയുള്ള 250ഓളം ബിസിനസ് സ്കൂളുകൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. സോ സാറ്റ് ഈസ് ഫോർ എവരിവൺ. സാറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ഫോർ പീപ്പിൾ ഹു ആർ ലുക്കിംഗ് ഫോർ XLRI. ആൻഡ് അതിന് ഇപ്പൊ അപ്ലൈ ചെയ്യണമെന്ന് വെച്ചാൽ ഐ വുഡ് സേ ഇപ്പൊ അപ്ലൈ ചെയ്യണം. കാരണം നിങ്ങളൊരു MBA ആസ്പിറന്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി 2 എക്സാംസ് യു ഷുഡ് റൈറ്റ്. ഐ വുഡ് സേ വിൽ ബി കാറ്റ് ആൻഡ് സാറ്റ്. അപ്പം സാറ്റിന് ഇപ്പോഴേ ഓപ്പൺ ആക്കിയ സ്ഥിതിക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇനി അങ്ങോട്ട് പോകുന്ന സമയത്ത് ഒരുപാട് കോളേജ് ആപ്ലിക്കേഷൻസ് വരും. സെപ്റ്റംബർ ആകുമ്പോൾ കാറ്റ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടി വരും. കാറ്റ് കൂടാതെ ഒരുപാട് ബിസിനസ് സ്കൂളുകൾ അപ്ലൈ ചെയ്യേണ്ടി വരും. ഓരോ ആപ്ലിക്കേഷൻ ഒരു 2000-2500 രൂപ വെച്ചിട്ടാവുന്നുണ്ടാവും. അറ്റ്ലീസ്റ്റ് ഒരു 6-7 ബി സ്കൂളിലെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടാവും. അപ്പം ഇപ്പൊ തന്നെ ഇത് ജൂലൈയിൽ തന്നെ നിങ്ങൾ ഇത് അറിഞ്ഞ സ്ഥിതിക്ക് ഇപ്പോഴേ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫിനാൻസസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ആ സമയത്ത് ഓൾറെഡി ഒരുപാട് പൈസ അതിനും ഒക്കെ കൊടുക്കുന്ന സമയത്ത് സാറ്റിനും കൂടി കൊടുക്കാൻ വേണ്ടി പൈസ മാറ്റി വെക്കുന്നതിനേക്കാൾ നല്ലത് ഇപ്പൊ തന്നെ സാറ്റിന് അപ്ലൈ ചെയ്ത് അതങ്ങ് ലോക്ക് ചെയ്യുക. കാരണം ദിസ് ഈസ് സംതിങ് യു ഷുഡ് ഡെഫിനറ്റ്ലി ടേക്ക്. ദെൻ വൈ ടു വെയിറ്റ് ഫോർ സേ സെപ്റ്റംബർ ഓർ ഒക്ടോബർ. കാരണം ഇത് December 5 വരെ ഓപ്പൺ ആണ്. ബട്ട് അറ്റ് ദി സെയിം ടൈം ഐ വുഡ് സേ ഇത് എന്തായാലും അപ്ലൈ ചെയ്യണം. നിങ്ങൾ ഇറസ്പെക്ടീവ് ഓഫ് കാറ്റ്. ഇപ്പൊ കാറ്റ് നിങ്ങൾക്ക് അത്ര അടിപൊളിയായി പോയാലും നിങ്ങൾ സാറ്റ് എഴുതണം. കാരണം ഒരു XLRI ഒരു കൺവേർട്ട് കിട്ടി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബിഗ് ഫീറ്റ് ഈവൻ ഇഫ് യു ആർ ഗെറ്റിംഗ് അഹമ്മദാബാദ്, ബാംഗ്ലൂർ. ഇനിയിപ്പോ നിങ്ങൾക്ക് അതിന്റെ താഴെയുള്ള ഒരു ഇൻഡോർ കോഴിക്കോടും XLRI കിട്ടി, യു ഷുഡ് ഗോ ഫോർ XLRI. സോ ആ ഒരു രീതിയിലാണ് ആ ഒരു ലെവലിലാണ് ഈ പറയുന്ന സംഭവം ഉള്ളത്. ഇനി എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിലും കാറ്റിന്റെ പ്രിപ്പറേഷൻ തന്നെ മതി.
കാറ്റിന്റെ പ്രിപ്പറേഷൻ വെച്ചിട്ട് ഒരു പരിധി വരെ നമുക്ക് സാറ്റിനെ പ്രിപ്പയർഡ് ആയി എന്ന് തന്നെ പറയാൻ പറ്റും. പക്ഷേ ഇതിൽ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ആൻഡ് ലോജിക്കൽ റീസൺ DALR സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർക്ക് ഇതൊരു ഗോൾഡ് മൈൻ ആണ്. കാരണം ഇതിൽ DALRന് പകരം ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ആണുള്ളത്. ഈ ഡിസിഷൻ മേക്കിങ്ങിന് ശരിക്കും ഒരുപാട് പ്രിപ്പയർ ചെയ്യാനില്ല, നിങ്ങൾക്ക് കുറച്ച് പ്രാക്ടീസ് ചെയ്യാം, പക്ഷെ പുതിയ കോൺസെപ്റ്റുവൽ ആയിട്ടൊന്നും പഠിക്കാനില്ല. ഡിസിഷൻ മേക്കിംഗ് ഈസ് ബേസിക്കലി they will be giving you a scenario, then they will be like what you will be doing in this particular scenario. Say for example, നിങ്ങളുടെ ഒരു കൊളീഗ് ഒരു മോഷണം നടത്തുകയാണ് കമ്പനിയിൽ. അപ്പൊ ഇത് നിങ്ങൾ കണ്ടു, നിങ്ങൾ ഇതിൽ എന്ത് ചെയ്യും? അപ്പൊ അതിനകത്തുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഒന്ന് പോലീസിനെ വിളിക്കും, അല്ലെങ്കിൽ മാനേജറിനെ റിപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ അവരെ വിളിച്ച് ഉപദേശിക്കും, അല്ലെങ്കിൽ കണ്ടില്ല എന്നടിക്കും എന്നാണെങ്കിൽ ഇതിൽ ഏത് ഓപ്ഷനാണ് നിങ്ങൾ ഇതിൽ ഏതാണ് ചൂസ് ചെയ്യാന്നുള്ളത്. അപ്പൊ ഇതിനകത്ത് ഒരു റൈറ്റ് ആൻസർ ആണ് അവർക്ക് ഉണ്ടാവുക, ഒരു എത്തിക്കലി കറക്റ്റ് ആൻസർ. അപ്പൊ ആ ഒരു എത്തിക്സ് അല്ലെങ്കിൽ ഹൗ യു വിൽ മേക്ക് എ ഡിസിഷൻ എന്നുള്ളത് നോക്കുന്ന ഒരു സെക്ഷനാണ്. അവിടെയാണ് 21 ക്വസ്റ്റ്യൻസ് ഉള്ളത്. പിന്നെ ഉള്ള 26 ക്വസ്റ്റ്യൻസ് വരുന്ന വെർബൽ ആൻഡ് ലോജിക്കൽ എബിലിറ്റി ടുഗദർ ആണ്. അപ്പൊ അതിനകത്തും ഭയങ്കരമായിട്ട് റീഡിംഗ് കോംപ്രിഹെൻഷൻ ഹെവി അല്ല, കാരണം ഇറ്റ്സ് എ മിക്സ് ഓഫ് ഗ്രാമർ ആൻഡ് റീഡിംഗ് കോംപ്രിഹെൻഷൻ ഹെവി. പക്ഷെ അതിന്റെ നമ്മളെ VRC പ്രിപ്പറേഷൻ വെച്ചിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി ആൻഡ് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, ഒരു ഒറ്റ സെക്ഷനാണ്. അതിനകത്ത് വരുന്നത് 28 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ കാറ്റിലൊക്കെ DALRൽ ഇപ്പൊ ശരിക്കും പ്യുവർ DA സെറ്റുകൾ വരുന്നില്ല. പണ്ട് കാറ്റിൽ കുറെ പ്യുവർ DA സെറ്റ് വരുമായിരുന്നു. ഇപ്പം എന്റെ ടൈമിലൊക്കെ കാറ്റ് എന്ന് പറഞ്ഞാൽ 8 സെറ്റ് ഉണ്ടാവും. ഇപ്പം 4 സെറ്റ് ഉള്ള 8 അല്ല 6 സെറ്റോ മറ്റോ ഉണ്ടാവും. കാരണം 1 മണിക്കൂർ എക്സാം ആയിരുന്നു, ഓരോ സെക്ഷനും 3 മണിക്കൂറായിരുന്നു ടോട്ടൽ ടൈം. അപ്പൊ നമുക്ക് 1-2 പ്യുവർ DA സെറ്റ് ഉണ്ടോ? ഈ പ്യുവർ DA സെറ്റ് മനസ്സിലാക്കി എടുക്കാനൊന്നും വലിയ പാടില്ല. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ഇറ്റ്സ് എ ലിറ്റിൽ കാൽക്കുലേഷൻ ഇന്റൻസീവ്. അപ്പൊ അങ്ങനത്തെ സെറ്റുകളും ഇതിനകത്ത് വരുന്നുണ്ടാവും. സോ എസെൻഷ്യലി ക്വാണ്ടും അത്ര വലിയ ടഫ് ആയിട്ടുള്ള സംഭവമൊന്നുമല്ല. ശരിയുത്തരത്തിന് +1 തെറ്റുത്തരത്തിന് -0.25 ആണ് പെനാൽറ്റി. അതായത് കാറ്റിന്റെ സെയിം പെനാൽറ്റി തന്നെ ഒരു സ്കെയിൽ ഡൗൺ വെർഷൻ. +4 -1 പകരം +1 -0.25 ആണ് വരുന്നത്. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, പിന്നെ ഇതിനൊരു പാർട്ട് 2 ഉണ്ട്. അപ്പൊ ഇത് മൊത്തം ഈ എക്സാമിന്റെ ഒരു ടൈം വരുന്നത് 1 സെക്കൻഡ്, എക്സാം മൊത്തം 170 മിനിറ്റ് ആണ് വരുന്നത്. ഈ 170 മിനിറ്റിൽ നിങ്ങൾക്ക് ഈ പറയുന്ന 3 സെക്ഷനിൽ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് ഒക്കെ നമ്മൾ ഇനി വരും വീഡിയോയിലൊക്കെ ഡിസ്കസ് ചെയ്യും. അതൊക്കെ ടുവേർഡ്സ് ദി എൻഡ് എക്സാം ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പക്ഷെ വാട്ട് ഐ എം ട്രൈങ് ടു സേ ഇസ് ലൈക്ക് ഒരു ഡിഫറെന്റ് എക്സാം ആണ്. അപ്പോൾ കാറ്റ് നിങ്ങൾക്ക് പറ്റില്ല എന്ന് വെച്ചിട്ട് സാറ്റ് പറ്റില്ല എന്നില്ല. കാറ്റ് പറ്റുന്നുണ്ടെങ്കിൽ ഏറെക്കുറെ നിങ്ങൾക്ക് കുറച്ച് വർക്ക് ചെയ്താൽ സാറ്റ് പറ്റും ചെയ്യും. അതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ്. ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. കാറ്റ് വളരെ മോശമായ കാൻഡിഡേറ്റ്സ് ഒക്കെ സാറ്റിന് പോയിട്ട് അടിപൊളിയായിരിക്കും. കാരണം ഡിസിഷൻ മേക്കിംഗിൽ ഒന്നും പഠിക്കാനില്ല, അത് മാത്രം നിങ്ങൾ ഏസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് വലിയൊരു നേട്ടം ഇതിൽ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഇതിൽ XLRയിൽ കിട്ടണമെന്നെങ്കിൽ കാറ്റിന്റെ സെയിം പെർസെന്റേജിലാണ് സാറ്റിൽ നിങ്ങൾ വാങ്ങേണ്ടത്. മോസ്റ്റ് ബി സ്കൂളിൽ കയറണമെങ്കിൽ XLRI മാത്രം സാറ്റ് മാത്രം എടുക്കുകയുള്ളൂ. അപ്പോൾ അവരുടെ BM പ്രോഗ്രാമിൽ കയറണമെങ്കിൽ നിങ്ങൾക്ക് ഏതാണ്ട് ഒരു 95% വാങ്ങിയാൽ മതി. ആൻഡ് ഒരു 93%, 92% ഒക്കെ വാങ്ങിയാൽ ഇപ്പോൾ ഫീമെയിൽ നോൺ എഞ്ചിനീയർ ഒക്കെ ആണെങ്കിൽ ഒരു 91% വരെ നിങ്ങൾക്ക് ഒരു XLRI HR കോളും കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെയുള്ള ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെയാണ്. ഇപ്പൊ ഈ എക്സാമിന്റെ പാർട്ടായിട്ട് ഒരു പാർട്ട് B ഉണ്ട്. നിങ്ങൾ പല ആൾക്കാരും ഇതിനകത്ത് GK ഒക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് പേടിച്ചിരിക്കുന്നുണ്ടാവും. അത് നിങ്ങൾ പേടിക്കണ്ട. ഈ GK എന്ന് പറയുന്നത് ഈ 170 മിനിറ്റിന് ശേഷം ഒരു 10 മിനിറ്റ് സെക്ഷനാണ്. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്ത ഒരു 25 ക്വസ്റ്റ്യൻ GK ചോദിക്കും. പക്ഷെ ഈ GKയുടെ ബേസിസിലല്ല നിങ്ങളെ പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. GK വോണ്ട് ബി ടേക്കൺ ഫോർ പെർസെന്റേജ് കാൽക്കുലേഷൻ. സോ അത് നിങ്ങൾ XLRയിൽ സെലക്ട് ആവുകയാണെങ്കിൽ അവർ മാത്രം ഇന്റേണലി എടുക്കുന്ന ഒരു ഒരു പാരാമീറ്റർ ആണ് ഈ പറയുന്ന GK, അവരുടെ ഒരു കാൽക്കുലേഷനിൽ. അല്ലാതെ നിങ്ങളുടെ പെർസെന്റേജിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ 3 സെക്ഷൻസ് മാത്രമേ എടുക്കുന്നുണ്ടാവുള്ളൂ. സോ അതിലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞു മേജർ കോളേജസ് XLRI, XIM, ഭുവനേശ്വർ, IMT ഗാസിയാബാദ്, മൈക്ക, ഇതെല്ലാം ടോപ്പ് കോളേജ്. ഇപ്പൊ ഞാൻ പറഞ്ഞൊക്കെ Tier 1 കോളേജസ് ആണ്, Tier 1, Tier 2 കോളേജസ് ആണ്. അതായത് കാറ്റിലും ഒരു 90% പ്ലസ് വാങ്ങിയാൽ മാത്രം കിട്ടുന്ന കോളേജസ് ആണ് ഈ പറഞ്ഞത്. പിന്നെ IRMA, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെന്റ് അനന്ത് എന്ന് പറയുന്ന റൂറൽ മാനേജ്മെന്റ് താല്പര്യമുള്ളവർക്ക് ഇന്ത്യയിൽ കിട്ടാവുന്ന ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. കാറ്റിലും സാറ്റിലും ഏതിലാണെങ്കിലും ഒരു 85+% എന്തായാലും വേണ്ടി വരും, 85 to 90% വേണ്ടി വരും. പിന്നെ ടാപ്മി, ഗോവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്, ഫോർ സ്കൂൾ ഓഫ് മാനേജ്മെന്റ്, ഗ്രേറ്റ് ലേക്സ്, ലിബ, ഇങ്ങനെയുള്ള ഇതൊക്കെയാണ് കുറച്ച് നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് സാറ്റ് വേറെ എടുക്കുന്നത്. അപ്പം അഗെയിൻ ഐ എം റെക്കമെൻഡിങ് സാറ്റ് ഇൻ ദാറ്റ് റിഗാർഡ്. ഇനി നിങ്ങൾ ഈ പറയുന്ന സാറ്റിൽ ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു എത്ര 75 മാർക്കില് ടോട്ടൽ ഇപ്പം ഇറ്റ്സ് വാട്ട് 75 മാർക്സ്. 75 മാർക്സിൽ നിങ്ങളൊരു 40 മാർക്ക് വാങ്ങിയാൽ തന്നെ നിങ്ങൾക്ക് 99.99% ആവും 75-ല്. അപ്പം ഇതും കാറ്റ് പോലെ അത്ര കാറ്റ് പോലെ തന്നെ ഒരു ലോ സ്കോറിംഗ് എക്സാം ആണ്. ഒരു 99% കിട്ടാൻ 36% ഒക്കെ മതി. ഞാൻ സാറ്റ് എഴുതിയ സമയത്ത് കാറ്റ് കഴിഞ്ഞിട്ട് ഒന്നും പ്രിപ്പയർ ചെയ്യാതെ പോയി സാറ്റ് എഴുതിയിട്ട് എനിക്ക് 92, 93 ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദി പെർസെന്റേജ്, ബിറ്റ്വീൻ 90 to 93 ആൻഡ് ഐ സ്കോർഡ് ലൈക്ക് 17 മാർക്സ് കണ്ടാണ് അന്ന് സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത്രയും ലോ സ്കോർ ചെയ്യാം, ഞാനത് പ്രതീക്ഷിച്ചില്ല. പിന്നെ ഇതിന്റെ നെഗറ്റീവ് മാർക്ക്, ഇതിനകത്ത് ഒരു ക്യാച്ച് നിങ്ങൾ കാണാൻ പോകുന്നത്
നിങ്ങൾ അൺഅറ്റംപ്റ്റഡ് ആൻസേഴ്സിന് മാർക്ക് കുറയും എന്നുള്ളതാണ്. ഇതൊക്കെ ആൾക്കാരെ പേടിപ്പിക്കാൻ ഇടുന്നത്. ഇത് നിങ്ങൾ നോക്കേണ്ട ആവശ്യം പോലുമില്ല. കാരണം നിങ്ങൾ ക്വസ്റ്റ്യൻസ് അൺഅറ്റംപ്റ്റഡ് ആയിട്ട് ഇടുകയാണെങ്കിൽ ഈ 75 സേ ഫോർ എക്സാമ്പിൾ ഞാൻ 50 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു, 50 ക്വസ്റ്റ്യൻ കറക്റ്റ് ആക്കി, 10 ക്വസ്റ്റ്യൻ തെറ്റിച്ചു, 10 ക്വസ്റ്റ്യൻ ഞാൻ അൺഅറ്റംപ്റ്റഡ് ആയിട്ട് വിറ്റു എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ വേണ്ട 55 ക്വസ്റ്റ്യൻസ് ഞാൻ അറ്റംപ്റ്റ് ചെയ്തു കറക്റ്റ് ആയിട്ട്, 10 ക്വസ്റ്റ്യൻ ഞാൻ തെറ്റിച്ചു, 10 ക്വസ്റ്റ്യൻ ഞാൻ അൺഅറ്റംപ്റ്റഡ് ആയിട്ട് വിട്ടു കഴിഞ്ഞാൽ ശരിക്കും ആ 55 ക്വസ്റ്റ്യൻ കറക്റ്റ് ആക്കിയാൽ എനിക്ക് 55 മാർക്ക് കിട്ടും. 10 ക്വസ്റ്റ്യൻ തെറ്റിച്ചതിന് ഒരു -1 × 10, അപ്പം അത്ര കുറയും. പിന്നെ ഈ 10 ക്വസ്റ്റ്യൻ ലീവ് ചെയ്തതിന് ഇവർ പറയുന്നത് അൺഅറ്റംപ്റ്റഡിന് നെഗറ്റീവ് മാർക്ക് ഉണ്ടെന്ന്. പക്ഷെ എത്ര നെഗറ്റീവ് മാർക്ക് ഉണ്ട്? 8 ക്വസ്റ്റ്യന് മുകളിൽ അൺഅറ്റംപ്റ്റ് ചെയ്തതിന് ഓരോ ക്വസ്റ്റ്യനും 0.1 ആണ് കുറയ്ക്കുന്നത്. അതായത് 10 ക്വസ്റ്റ്യൻ ഞാൻ ലീവ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ 8 ക്വസ്റ്റ്യന് പെനാൽറ്റി ഇല്ല, പിന്നെയുള്ള 2 ക്വസ്റ്റ്യന് 2 × 0.1 0.2 മാർക്സ് മാത്രമാണ് നിങ്ങൾ 10 ക്വസ്റ്റ്യൻ ലീവ് ചെയ്താൽ നിങ്ങൾക്ക് കുറയുന്നത്. ഇനി നിങ്ങൾ 20 ക്വസ്റ്റ്യൻ ലീവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകെ കുറയാൻ പോകുന്നത് 1.2 മാർക്സ് ആണ്. മനസ്സിലായില്ലേ? 1.2 മാർക്സ് ആണ് മൊത്തം കുറയുന്നത്. അപ്പൊ ഈ നെഗറ്റീവ് മാർക്കിങ്ങിന് ഇതുള്ള ആ ഒരു സംഭവം കണ്ടിട്ട് ആരും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് 90% വാങ്ങാൻ ശരിക്കും 27 to 28 മാർക്സ് മതി 75-75. മനസ്സിലായില്ലേ? ഇനി 80% കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് ഒരു 85% ഉണ്ടെങ്കിൽ തന്നെ ഇർമ, ടാപ്മി മുതലായ ഡി സ്കൂൾസ് കിട്ടാം. അപ്പൊ ഇർമ, ടാപ്മി, ഗോവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കിട്ടാൻ നിങ്ങൾക്ക് ഒരു 85 to 90% എന്ന് പറഞ്ഞാൽ ഒരു 24-28 ഇടയ്ക്ക് മാർക്ക് വാങ്ങിയാൽ മതി 75. XLRI കിട്ടാനാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു 95% എന്ന് പറഞ്ഞാൽ 31-32 മാർക്ക് വാങ്ങിയാൽ മതി. ഈ 31-32 മാർക്ക് ട്രസ്റ്റ് മീ, നിങ്ങൾ ഡിസിഷൻ മേക്കിംഗ് നല്ലോണം ഈസി ആണ്. അതിന് കുറച്ച് ടൈം ഇടുകയാണ്, പിന്നെ കുറച്ച് മറ്റേ 2 സെക്ഷനിൽ ക്രാക്ക് ചെയ്താൽ തന്നെ യു ക്യാൻ ഈസിലി മേക്ക് ഇറ്റ്. ഇനി സെക്ഷണൽ കട്ട് ഓഫ് ഇപ്പൊ BM പ്രോഗ്രാമിനാണെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവിൽ ഇപ്പം 28 മാർക്കിൽ 10 മാർക്കാണ് ഈ പറയുന്ന BM പ്രോഗ്രാം, അതായത് ബിസിനസ് മാനേജ്മെന്റ് പ്രോഗ്രാമിന്റെ കട്ട് ഓഫ് QA 28. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ 8 to 9 മാർക്സ്, 8 മാർക്ക് നമുക്ക് കൂട്ടാം ഡിസിഷൻ മേക്കിംഗിന്റെ കട്ട് ഓഫ്. BA-ലാണെങ്കിൽ ഒരു 10 മാർക്കാണ് ഈ പറയുന്ന മൊത്തം 26 കട്ട് ഓഫ്. അപ്പൊ ഒരു അപ്രോക്സിമേറ്റ്ലി 95%. HRM-ലാണെങ്കിൽ അതിനും കുറവാണ്. HRM-ലാണെങ്കിൽ ഒരു 8 മാർക്ക് മതി QA 28, ഡിസിഷൻ മേക്കിംഗിൽ 21 7 മതി, ആൻഡ് BRC 26 9 ആൻസർ ചെയ്താൽ മതി, 9 കറക്റ്റ് ആക്കിയാൽ മതി. അപ്പം എഗെയിൻ വാട്ട് ഐ ആം ട്രൈങ് ടു സേ ഇസ് ലൈക്ക് നിങ്ങൾ ഞാൻ പറഞ്ഞ ഓവറോൾ സ്കോർ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സെക്ഷണൽ കട്ട് ഓഫ് ഓട്ടോമാറ്റിക്കലി ക്ലിയർ ആയിക്കോളും. പിന്നെ എഗെയിൻ XLRI ഇപ്പം റിസർവേഷൻ നോക്കുന്ന കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഉള്ളൊരു ഓപ്ഷൻ ഇല്ലാത്തുള്ളത് ഇർമയാണ്. ഇർമ ഈസ് അക്സെപ്റ്റിംഗ് സാറ്റ്, ആൻഡ് ഇർമയിൽ ഈ പറയുന്ന ഗവൺമെന്റ് റിസർവേഷൻസ് ഉള്ള കോളേജാണ്. അപ്പൊ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ഓപ്ഷനാണ്. ബട്ട് ഐ ആം ഓണസ്റ്റ്ലി ടെല്ലിങ് യു, കഴിഞ്ഞ വർഷം ഇതേപോലെ ഇപ്പം OBC റിസർവേഷൻ വെച്ചിട്ട് നല്ല IIMS കയറാമെന്ന് വിചാരിച്ചിട്ട് സെക്ഷണൽ കട്ട് ഓഫ് ക്ലിയർ ആവാത്ത കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് ഉണ്ട്. IIMS ഒന്നും കോൾ കിട്ടാതെ ഇപ്പൊ റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികളുണ്ട്. അവർക്ക് Tier 2 Tier 3 കോളേജിൽ ജോയിൻ ചെയ്യേണ്ടി വന്ന ആൾക്കാരുണ്ട്. പക്ഷെ അറ്റ് ദി സെയിം ടൈം സാറ്റും കൂടെ കൊടുത്തതിന്റെ പേരിൽ ഇപ്പൊ XLRL ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ സ്മാർട്ടായിട്ട് നിങ്ങൾ എന്തായാലും കളിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കി അവർ ചോദിക്കുന്ന ഡീറ്റെയിൽസ് നിങ്ങളുടെ നെയിം, ബാക്കി നാഷണാലിറ്റി, ഡേറ്റ് ഓഫ് ബർത്ത്, കൺട്രി, സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, സിറ്റി, മൊബൈൽ നമ്പർ, വാലിഡ് ഇമെയിൽ ID, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നോർമൽ സംഭവങ്ങൾ തന്നെയാണ് അവർ ചോദിക്കുന്നത്. ഇനി ഇതിന്റെ ഫീസ് പറയുകയാണെങ്കിൽ ഇത് December 5 വരെ ഉണ്ട്. പക്ഷെ ഇപ്പൊ തന്നെ ചെയ്യുക 2200 രൂപയാണ് സാറ്റിന് അപ്ലൈ ചെയ്യാനുള്ള ഫീസ്. അത് കൂടാതെ ഓരോ പ്രോഗ്രാമിന് നിങ്ങൾ 200 രൂപ കൊടുക്കണം. അപ്പൊ നിങ്ങൾക്ക് ഇപ്പം 2 പ്രോഗ്രാം ആയിരിക്കും അപ്ലൈ ചെയ്യേണ്ടി വരും. HR-ഉം BM-ഉം രണ്ടും കൊടുത്തിടുന്ന സമയത്ത് 200 രൂപയേ ഉള്ളൂ ഇതിന്റെ കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പം ഡെഫിനറ്റ്ലി അത് കൊടുത്തിടുക. പിന്നെ ഞാൻ പറഞ്ഞ ബാക്കിയുള്ള കോളേജുകൾക്കൊക്കെ അപ്ലൈ ചെയ്ത് നിങ്ങൾ സെപ്പറേറ്റ് അവരുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്ന സമയത്ത് അപ്ലൈ ചെയ്യേണ്ടി വരും. ബട്ട് അതിന് നമുക്ക് ടൈം ഉണ്ട്. അതിന്റെ ഒക്കെ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇടും, അല്ലെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ ഇടുന്നുണ്ടാവും. പക്ഷെ ഇപ്പൊ നിങ്ങൾ സാറ്റ് XLRI അപ്ലൈ ചെയ്യുക, സാറ്റിന് അപ്ലൈ ചെയ്യുക. സ്ലോലി നമുക്കിപ്പം സേ ഫോർ എക്സാമ്പിൾ ഇപ്പൊ GK എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്ന് ചോദിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എല്ലാ സാറ്റർഡേയും നമ്മൾ ഓപ്പൺ ഡാറ്റ് കമ്മ്യൂണിറ്റിയിൽ നമ്മൾ സെഷൻസ് വെക്കാറുണ്ട് അല്ലേ. അപ്പൊ ആ സെഷൻസ് കേട്ടിട്ട് അതിന്റെ മുകളിൽ നിങ്ങൾ കുറച്ചുകൂടെ വർക്ക് ചെയ്ത് കുറച്ചുകൂടെ റിസർച്ച് ചെയ്താൽ തന്നെ ഓപ്പൺ ഡാറ്റ് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് വിൽ ബി ക്ലിയർ, റൈറ്റ്. ഇനി നിങ്ങൾ ചോദിക്കുകയാണ് ഡിസിഷൻ മേക്കിംഗ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള കുറച്ച് മോക്കും ടെസ്റ്റുകളും ഒക്കെ എന്തായാലും ഓപ്പൺ ആയിട്ട് പ്ലാറ്റ്ഫോമിലൊക്കെ അവൈലബിൾ ആക്കും നമ്മളുടെ പ്രോഗ്രാമിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം. അല്ലാത്ത ആൾക്കാരാണെങ്കിലും ഫ്രീ ആയിട്ട് കിട്ടുന്ന സാറ്റിന്റെ കുറച്ച് ടെസ്റ്റും മോക്കും ഒക്കെ പല വെബ്സൈറ്റ്സിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ യു വിൽ ബി ഗുഡ് ടു ഗോ. സോ സാറ്റ് ഈസ് എ ഗോൾഡ് മൈൻ, ആൻഡ് എവരിവൺ ഹു ഈസ് റൈറ്റിംഗ് പ്രിപ്പയറിംഗ് ഫോർ MBA സീരിയസ്ലി ഷുഡ് ടേക്ക് ഇറ്റ്. എനിക്ക് വേറെയും കുറെ കാൻഡിഡേറ്റ്സ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്, വീട്ടിൽ പറഞ്ഞത് IIM-ന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ബ്രേക്ക് എടുത്തു ഇനിയിപ്പോ. അപ്പൊ കാറ്റ് മോശമായ ഒരു കാൻഡിഡേറ്റിനോട് ഞാൻ 2023 കാറ്റ് വേണ്ടി സംസാരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു കാറ്റ് മോശമായത് കുഴപ്പമില്ല, കാരണം പുള്ളിക്കാരിക്ക് കാലിബർ ഉണ്ട്, നല്ല കാലിബർ ഉണ്ട്. സോ ഐ ആസ്ക്ഡ് ഹർ ടു പ്രിപ്പയർ ഫോർ ദാറ്റ്. ഷീസ് ലൈക്ക് ഇല്ല, എന്തായാലും നടപടിയാവില്ല, കാരണം വീട്ടിൽ പറഞ്ഞത് IIM-ൽ കയറാൻ വേണ്ടിയാണെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, ഒരു IIM ജമ്മുവും XLRI കിട്ടിയ ഏതിൽ കയറും? അപ്പൊ പറഞ്ഞു IIM ജമ്മു കയറും. പക്ഷെ നിങ്ങളോട് തന്നെ
പറയേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഒരു IIM ജമ്മു അല്ലെങ്കിൽ BBA, IIM ബോധ്ഗയ, സിർമൗറിലൊക്കെ 13-12 lakhs 13 LPA പാക്കേജ് ഉള്ളപ്പം ഇപ്പുറത്ത് അതും 5-6 വർഷം 8 വർഷം 9 വർഷം പഴക്കമുള്ളൂ ഈ സ്കൂൾസിന്, ഞാൻ ഈ അവസാനം പറഞ്ഞ IIMസിന്. അപ്പൊ നിങ്ങൾ ഈ ബ്രാൻഡിന്റെ പുറകെ പോകുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് എന്താണ് ഓഫർ ചെയ്യാനുള്ളത്, അതിന് ഇൻഡസ്ട്രിയിൽ എന്തോരം വാല്യൂ ഉണ്ട്, അതിൽ എത്രത്തോളം ലെഗസി ഉണ്ട്, അവിടെ എത്ര പാക്കേജും ടയർ 1 കമ്പനീസും വന്ന് അവരുടെ കേസ് കോമ്പറ്റീഷൻസ് ഓപ്പൺ ചെയ്യും എന്നൊക്കെ നോക്കുക. അല്ലാതെ നിങ്ങൾ ഈ IIM എന്ന് പറഞ്ഞ് മാത്രം പോകാതെ നിങ്ങൾ ബി സ്കൂൾസിന്റെ ടിയറും കാര്യങ്ങളുമായിട്ട് ക്ലാസിഫൈ ചെയ്യുക. IIMs തന്നെ ബ്ലാക്ക് എ സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക, അതിൽ തന്നെ ABC സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ന്യൂ IIMസിൽ ഇപ്പോൾ ഷില്ലോങ്, ഉദയ്പൂർ ഒക്കെ ഒരു സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ബേബി IIMs ആയിട്ട് കൺസിഡർ ചെയ്യുക. എന്നിട്ട് അതിനേക്കാളും മികച്ച ഏതെങ്കിലും, അല്ലെങ്കിൽ ന്യൂ IIMസിനെക്കാളും മികച്ച ഏതെങ്കിലും പ്രൈവറ്റ് ബിസിനസ് സ്കൂൾ ഉണ്ടെങ്കിൽ അതിനെ പ്രയോറിറ്റൈസ് ചെയ്യുക. അല്ലാതെ നിങ്ങൾ ഇതിൽ മാത്രമേ പോകുന്നു വിചാരിച്ചിട്ട് നിങ്ങളുടെ കരിയർ വേസ്റ്റ് ചെയ്യാതിരിക്കുക. ദി ഐഡിയ ഈസ് ടു ബിൽഡ് അവർ ഓൺ കരിയർ, ഇസ് നോട്ട് ടു പ്രൂവ് ടു എനിവൺ ദാറ്റ് I can get into XYZ college. The idea is to get into top college, get all the exposure, top corporate packages, industry എന്താ പറയുക, access, peer learning, പിന്നെ best faculties, legacy. Join the legacy of an institute like XLRI is unmatched. So അത്രയാണ് എനിക്ക് പറയാനുള്ളത്. So thanks a lot for watching my video. Bye bye.